യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുന്ന സമയത്ത് കാറ്റഗറി നമ്പർ 454/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് 31-ാം തീയതിയാണ് വരുന്ന ഡിസംബർ 31-ാം തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തോ, വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് അവസാന ദിവസത്തേക്ക്. 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് നമ്മുടെ സാലറി വന്നിരിക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വാക്കൻസി ആണ്. കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 770 ആൾക്കാരെയാണ് മെയിൻ ലിസ്റ്റിലേക്ക് എടുത്തിരിക്കുന്നത്. ഏകദേശം അത്ര ആൾക്കാരെ തന്നെ നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മുടെ ബാച്ചൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഏത് ഡിഗ്രി ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എനി ഡിഗ്രി എന്നാണ്. അപ്പോൾ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഏജ് ലിമിറ്റിനെ പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഏജ് ഏത് വർഷം ജനിച്ചവരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1989 ജനുവരി 2-ാം തീയതിക്കും അതുപോലെ തന്നെ 2007 ജനുവരി 1-ാം തീയതിക്കും ഇടയിൽ ഇൻക്ലൂഡിങ് ആ ഡേറ്റ് ഇൻക്ലൂഡിങ് ആ ഡേറ്റ് ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. മെയിൽ വരുമോ എക്സാം? സബിൻ, മെയിൽ ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. നോക്കുമ്പോൾ ഇലക്ഷനൊക്കെ വരാനിരിക്കുമല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് കേരള പോലീസിന്റെ SI എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ SI ഒക്കെ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി SIന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഒരുപാട് 50-ലധികം റാങ്ക് ഹോൾഡേഴ്സ് ആണ് KS മെന്ററിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ കാറ്റഗറി നമ്പർ വന്നിട്ട് 448/2025 മുതൽ 450/2025 വരെയാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ മിനിസ്റ്റീരിയൽ ഉണ്ട്. ഇവിടെ സാലറി വന്നിരിക്കുന്നത് 45,600 മുതൽ 95,600 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വാക്കൻസി ആണ്. ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിൽ 20 മുതൽ 31 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/1/1994 മുതൽ 1/1/2005 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതുപോലെ ഹൈറ്റ് കാര്യങ്ങൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണയായിട്ട് ഹൈറ്റ് വരുന്നത് 165.1 ആണ്. അതുപോലെ തന്നെ SC ST കാറ്റഗറിയൊക്കെ വരുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ളൊരു കുറവ് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ ആണെങ്കിലും നമുക്ക് വയസ്സ് വരുന്നത് 36 വയസ്സാണ്. 1/1/2025 ആണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 36 വയസ്സ് 1/1/2025 ആകുമ്പോഴത്തേക്ക് തികഞ്ഞിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ കോൺസ്റ്റാബിളറി ആണെങ്കിലും സെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രി ആണ്. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ വരുന്നതാണ് നിങ്ങൾക്കറിയാം ആംഡ് പോലീസ് ഇൻസ്പെക്ടറിൻ്റെ ആംഡ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചോ, 31/12/2025 ആണ്. അപ്പോൾ ആരും മറക്കണ്ട, 31/12/2025 ന്യൂ ഇയറിന്റെ ഒക്കെ ആ ഒരു ആഘോഷത്തിന്റെ ഇടയിൽ അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകും. അപ്പോൾ ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്ന, പരമാവധി നാളേക്ക് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്ത് അനങ്ങാതിരിക്കുക, പഠിത്തം തുടങ്ങാം. ആംഡ് പോലീസിന്റെ കാറ്റഗറി നമ്പർ നമുക്ക് നോക്കാം. 446/2025 447/2025 ആണ്. ഓപ്പൺ മാർക്കറ്റും കോൺസ്റ്റാബിളറി ആണ്. ഇവിടെയും സാലറി വന്നിരിക്കുന്നത് 45,600 മുതൽ 95,600 വരെയാണ്. അപ്പോൾ SIന്റെ ഒക്കെ സിലബസിലൊന്നും വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. വാക്കൻസി കുറച്ച് കുറവാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും എക്സാം നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ നിങ്ങളൊരു SI ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ പ്രിലിംസിന്റെ കാര്യത്തിലും സിലബസ് ഓൾറെഡി 2025 നടന്നിരിക്കുന്ന ആ എക്സാമിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി സമയം പാഴാക്കാൻ നമ്മുടെ മുമ്പിൽ ഇല്ല. അതുപോലെ തന്നെ കൂടെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ജയിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. 43,400 മുതൽ 91,200 വരെയാണ്. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 451/2025 ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 31/12/2025 ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ
ഏജ് ലിമിറ്റ് വരുന്നത് ഇവിടെയും 36 ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1981 മുതൽ 1/1/2007 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഡിഗ്രി എന്താണ് വേണ്ടത്? ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഡിഗ്രി പറ്റുമോ ആ ഡിഗ്രി പറ്റുമോ ഒന്നും വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഉണ്ട് ഈ അവസാനം പറഞ്ഞ 3 പോസ്റ്റുകൾക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ ആണ് ജയിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന എക്സാമിനും വേണ്ടത്, SIക്കും വേണ്ടത്, അതായത് ഓപ്പൺ മാർക്കറ്റ് SIക്കും വേണ്ടത്. അതുപോലെ തന്നെ ആംഡ് SI ആകുന്ന സമയത്ത് ചെറിയൊരു മാറ്റമുണ്ട്, 167 സെൻറ്റിമീറ്റർ വേണ്ടി വരും നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓപ്പൺ ആണ്. നേരത്തെ തന്നെ നിങ്ങൾക്ക് കമ്പനി മോഡ് അസിസ്റ്റന്റിന്റെ കൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബാച്ച് നമ്മൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ SIയുടെ കൂടെ എക്സൈസ് ഇൻസ്പെക്ടർ കൂടെ പഠിച്ചിട്ടുണ്ട്, കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ബാച്ച് ഇവിടെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇവിടെ താഴെ നമ്പർ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഒരു ഫോം ഇട്ടിട്ടുണ്ട്. ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ വരുന്ന 2026 നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.